നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഇൻഡിജർ പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിന്റെ നെയിം എന്താണ്? വാല്യൂ. വാല്യൂ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. വാല്യൂ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയി. അതിലേക്ക് നമ്മൾ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? 25 സ്റ്റോർ ചെയ്തു. 25 എന്നുള്ള വാല്യൂലേക്ക് സ്റ്റോർ ആയി. അപ്പോൾ 25 ആയി. ഓക്കെ. അതിനുശേഷം ഇഫ് ഓഫ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഇഫ് ഓഫ് വാല്യൂ ഈക്വൽ ടു 0 പറഞ്ഞാൽ വീണ്ടും വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓഫ് വാല്യൂ ഇസ് ഈക്വൽ ടു 0. അതായത് അപ്പോൾ 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂലേക്ക് സ്റ്റോർ ആയി. അപ്പോൾ 25 റീപ്ലേസ് ആയിട്ട് 0 എന്ന വാല്യൂ ആയി. അപ്പോൾ നമ്മുടെ ഈഫിന്റെ അകത്ത് എന്തായിരിക്കും? ഇഫ് ഓഫ് 0 എന്നായിരിക്കും. അപ്പോൾ ഇഫ് ഓഫ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഇഫ് ഓഫ് 0 എന്നായിരിക്കും ചെക്ക് ചെയ്യുക. ഇഫ് ഓഫ് 0 ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈഫിന്റെ അകത്ത് നൺ 0 വാല്യൂ മാത്രം വന്നാലാണ് ട്രൂ കണ്ടീഷൻ ആയിരിക്കും. ഈഫിന്റെ അകത്ത് 0 വരാണെങ്കിൽ അത് ഫോൾസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഈഫിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഈഫിലേക്ക് പോവില്ല. അപ്പോൾ ഈഫിന്റെ എൽസ് പാർട്ടിലേക്കുള്ള എൽസ് പാർട്ടാണ് പ്രിന്റ് ആവുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? എൽസ് ആണ് പ്രിന്റ് ചെയ്യുക. ഇതിന്റെ അതായത് ഇഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് കേസ് ആയിരിക്കും. ഈഫിന്റെ അകത്ത് 0 അങ്ങനത്തെ ഒരു വാല്യൂ വരാണെങ്കിൽ അത് ഫോൾസ് കേസ് ആയിരിക്കും. ഈഫിന്റെ അകത്ത് നൺ 0 വാല്യൂ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ വാല്യൂ വരാണെങ്കിൽ അത് ട്രൂ കേസ് ആയിരിക്കും. അപ്പോൾ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റുകൾ പ്രിന്റ് ചെയ്യും. അതായത് ഇഫ് ഓഫ് -3, ഇഫ് ഓഫ് 4 അതൊക്കെ ട്രൂ കേസ് ആയിരിക്കും. ആദ്യത്തെ വാല്യൂലേക്ക് 25 അസൈൻ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്ററിനാണ് ഇഫ് കണ്ടീഷന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ 25 മാറിയിട്ട് 0 റീപ്ലേസ് ആയി. അപ്പോൾ ഈ ഇഫിന്റെ അകത്തുള്ള എന്താണ്? ഇഫിന്റെ അകത്ത് ഇഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇഫ് ഓഫ് 0 നമുക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ ഇഫിന്റെ ഫോഴ്സ് ആയതുകൊണ്ട് അതിന്റെ എൽസ് പാർട്ട് ആയിട്ടുള്ള എൽസ് പ്രിന്റ് ചെയ്യും. ഇതിന്റെ ആൻസർ പറഞ്ഞാൽ എൽസ് ആണ് പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൽസ് പ്രിന്റ് ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് ഇഫിന്റെ അകത്ത് ഞാൻ ശരിക്കും ഇഫിന്റെ ഇഫ് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഇഫ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ബ്രാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് കാരണം സിംഗിൾ ലൈനാണ് ഇഫിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തത്. സിംഗിൾ ലൈൻ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം എനിക്ക് ഈ രണ്ട് പ്രിന്റ് എഫ് വേണം വിചാരിക്കാം. പ്രിന്റ് എഫ് വീണ്ടും ഞാനൊരു ഇഫ് കൊടുത്തു വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഒരു എറർ കിട്ടും, എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഇഫ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശരിക്കും ഇഫ് എൽസ് പാർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഇഫ് എബോവ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ ഇഫ് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ എൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ എൽസിന്റെ എൽസുമായിട്ട് ബന്ധമില്ല. ഈ ഇഫിന് ഇത്ര പോർഷന് ബന്ധമില്ല. ഈ പ്രിന്റ് എഫ് ഈ ഇഫ് ആയിട്ട് ബന്ധമില്ല. അത് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കാത്ത കാരണം നമുക്കൊരു എറർ കിട്ടും. എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഇഫ് കണ്ട 7ാമത്തെ ലൈനിൽ എറർ കിട്ടി. ഈ എറർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ, ഇങ്ങനെ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ ഈ എറർ ഉണ്ടാവില്ല. എറർ ഞാൻ സെമിക്കോൺ ഇട്ടില്ല, അതിന്റെ എറർ ഉണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് സെമിക്കോൺ കൊടുത്തിട്ട് വീണ്ടും റൺ ചെയ്യുക കേട്ടോ. ഇപ്പൊ എറർ ഇല്ല. അപ്പൊ ഇഫിന്റെ അകത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ലൈൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. എൽസ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്യണമെങ്കിലും അതിന്റെ എബോ ഒരു ഇഫ് ഉണ്ടായിരിക്കണം. ഇഫ് എൽസ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ എൽസ് ഇഫ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്.